അവകാശങ്ങൾ ഉറപ്പു നൽകുന്നില്ലെങ്കിൽ ഒരു കരാറും അംഗീകരിക്കില്ലെന്ന് ഇറാൻ ഒരു ആണവായുധം കൈവശം വെക്കില്ലെന്ന് വളരെ വ്യക്തമായി പ്രസ്താവിക്കുന്നു എന്ന് ട്രൂത്ത് സോഷ്യൽ പ്രസ്താവിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നു. സമാധാന കരാർ ആണവ ആയുധങ്ങൾ വിഷയമാക്കുന്നില്ലെന്ന ആരോപണം തെറ്റാണെന്നും ട്രംപ് പറയുകയാണ്. മനു ഭാരത് വിവരങ്ങളുമായി ചേരും. മനു, ഇത് ഇപ്പോൾ കരാർ ഇന്നൊപ്പിടും നാളെ ഒപ്പിടുമെന്ന് പറഞ്ഞ് ആഴ്ചകൾ പിന്നിടുകയാണ്. പക്ഷേ ഒരു ഒപ്പിടലിലെ കാര്യങ്ങൾ എത്താത്ത ഒരു പശ്ചാത്തലം പ്രധാനപ്പെട്ട ഒന്നാണ്. എന്താണ് സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ? ഇതിൽ ട്രംപ് ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. ഇറാന് ഒരു കാരണവശാലും ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല, അത് ഉണ്ടാകില്ല. മാത്രവുമല്ല, പല ആളുകളും ചില വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇങ്ങനെ ഇറാൻ ഒരു കരാറിൽ ഒപ്പിടുമ്പോൾ ആ കരാറ് ആണവായുധങ്ങളെ പറ്റി പരാമർശിക്കുന്നില്ല എന്ന് ചില വിമർശകർ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയല്ല സാഹചര്യം. ഈ കരാറിൻ്റെ മുഴുവൻ ഭാഗത്തിൽ നോക്കിയാലും അതിൽ ഭൂരിഭാഗവും ഈ ആണവായുധ നിരായുധീകരണത്തെ സംബന്ധിച്ചാണ് എന്ന് ട്രംപ് പറയുന്നു. ആണവായുധം അവർക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും സുപ്രധാനമായ വിഷയം ഈ കരാറിൻ്റെ ഭാഗമായി വരാൻ പോകുന്നത് എന്ന് ട്രംപ് പറയുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഇറാൻ്റെ ചീഫ് നെഗോഷിയേറ്റർ മറ്റൊരു കാര്യം വ്യക്തമാക്കുന്നത്. മുഹമ്മദ് ബാഗേർ പറയുന്നത് ഇത് ഇറാൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാതെ കൊണ്ടുള്ള ഒരു കരാറിന് തങ്ങൾ തയ്യാറല്ല എന്ന ഒരു നിലപാട് ഇറാനും മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ നേരത്തെ ഈ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടും എന്നൊരു പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് കൂടുതൽ സങ്കീർണമാവുകയാണ്. മാത്രവുമല്ല, ഇസ്രയേലിൻ്റെ നിലപാട് എന്ത് ഈ വിഷയത്തിൽ എന്നതിനെക്കുറിച്ചുള്ള ചർച്ച വരുന്നു. ഇസ്രയേൽ ആണെങ്കിൽ ലെബനനിലേക്കുള്ള ആക്രമണം വ്യാപിപ്പിക്കുന്നു. അവിടെ ചില തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ കൈയടക്കുകയൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ പരിശോധിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ യോഗം, സെക്യൂരിറ്റി കൗൺസിലിൻ്റെ യോഗം ഇന്ന് ചേരുന്നുണ്ട്. അങ്ങനെ പശ്ചിമേഷ്യൻ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് കരുതുമ്പോഴാണ് ഇത് കൂടുതൽ സങ്കീർണമായി നീങ്ങുന്നത്. ഈ ബ്യൂഫോർട്ട് കാസിലാണ് ലെബനനിൽ ഇപ്പോൾ ഇസ്രായേൽ സേന നിലയുറപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഹെസ്ബുള്ള ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കുന്നത്, തങ്ങൾ വെടിനിർത്താൻ തയ്യാറാണ്, പക്ഷേ അതിൽ ഇസ്രായേലിൻ്റെ നിലപാടെന്ത് എന്ന ഒരു ചോദ്യവും അവർ ഉന്നയിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറുന്നു. ഓരോ ദിവസവും ട്രംപിന്റെ ഓരോ പ്രസ്താവനകളും പുറത്തു വരുന്നു. യുദ്ധം അവസാനിക്കുന്ന അല്ലെങ്കിൽ സമാധാന കരാറിലേക്ക് എത്തുന്ന ലക്ഷണവുമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.